ഇന്ത്യൻ ടി20 ലോകകപ്പ് ഹീറോയും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസൺ സിംബാബ്വെ പര്യടനത്തിലുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. സഞ്ജു സാംസന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശയും ദുഃഖവുമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നടന്നിരിക്കുന്നത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെയും കോച്ച് ഗൗതം ഗംഭീറിൻ്റെയും എല്ലാം തീരുമാനത്തിൻ്റെ പുറത്താണ് പുറത്താക്കി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലണ്ട് പര്യടനത്തിലെ ടി20 പരമ്പരയുടെ ഭാഗമായ 7 താരങ്ങളെയാണ് കേട്ടോ സിംബാബ്വേയിലേക്കുള്ള സ്ക്വാഡിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത്. അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ഹർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ തുടങ്ങിയവരെല്ലാം ഇതിൽ ഇന്ത്യൻ സംഘത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരാണ് കേട്ടോ. ഇവർക്ക് പലർക്കും വിശ്രമം നൽകി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ടി20 ഫോർമാറ്റിൽ മാത്രം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജു സാംസണ് എന്തിന് ഈ ഒരു വിശ്രമം എന്നുള്ള ചോദ്യമാണ് കേട്ടോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു ഫോർമാറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റിലോ വൺഡേയിലോ അദ്ദേഹത്തിന് കളിപ്പിക്കാറില്ല നിലവിൽ. ഈ കഴിഞ്ഞ ടി20 ലോകകപ്പിൽ അദ്ദേഹം നിർണായകമായിട്ടുള്ള മാച്ചുകളെല്ലാം കളിച്ച് ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടി20 ലോകകപ്പിലെ നോക്കൗട്ടുകളിലെ 3 നിർണായക മത്സരങ്ങൾ കളിച്ച് ജയിപ്പിച്ചു. അതേപോലെ തന്നെ ടി20 വേൾഡ് കപ്പ് നേടാൻ മുൻപിൽ നിന്ന് നയിച്ചതും അദ്ദേഹം തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മാറ്റുന്നത് ഇപ്പോൾ മുൻ ക്രിക്കറ്റ് താരങ്ങൾക്കും അതേപോലെ തന്നെ സഞ്ജുയുടെ ആരാധകർക്കൊക്കെ വലിയ വിമർശനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സഞ്ജുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ടി20 ലോകകപ്പ് നേടിക്കൊടുത്ത വിന്നിംഗ് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള സൂര്യകുമാർ യാദവിനെ പുറത്താക്കിയതിലും വലിയ വിമർശനങ്ങൾ ഓൾറെഡി ഇന്ത്യൻ ടീമിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ആ ഒരു ടി20 ലോകകപ്പ് നേടിക്കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പരമ്പരയിൽ അദ്ദേഹത്തിന് നിന്ന് മാറ്റി നിർത്തിയത് തന്നെ വലിയ ചർച്ചകൾക്ക് ഉടലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ അദ്ദേഹത്തിൻ്റെ ഫോം ഔട്ട് ആണെന്നും അതേപോലെ തന്നെ വിശ്രമം നൽകിയതാണെന്ന് അന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നിലവിൽ ഈ ഒരു വേൾഡ് കപ്പ് നേടാൻ കാരണമായിട്ടുള്ള സഞ്ജു സാംസൺ മാറ്റിയതാണ് കേട്ടോ വലിയ ചർച്ചയായിരിക്കുന്നത്. സിംബാബ്വേയിലേക്കുള്ള ഇന്ത്യൻ സ്ക്വാഡ് ഇങ്ങനെയാണ് കേട്ടോ. ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായിട്ടും, വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ വൈസ് ക്യാപ്റ്റനായിട്ട്, ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പറായിട്ടും, ശിവൻ ദുബെ, ശിവരാൻഷു ഷെഗ്ഗെ, റിങ്കു സിംഗ്, ഹർഷ് ദുബെ, വരുൺ ചക്രവർത്തി, പ്രിൻസ് യാദവ്, യാഷ് ഠാക്കൂർ, അശോക് ശർമ്മ, മയങ്ക് യാദവ്, പ്രഭ്സിമ്രാൻ സിംഗ്, ഇത്രയും പേരാണ് കേട്ടോ ഇന്ത്യൻ സ്ക്വാഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 7 പേരിനെയാണ് കേട്ടോ പുതുതായിട്ട് ടീമിലേക്ക് എടുത്തിരിക്കുന്നത്. പ്രഭ്സിമ്രാൻ സിംഗ്, അശോക് ശർമ്മ, മയങ്ക് യാദവ്, റിങ്കു സിംഗ്, ഹർഷ് ദുബെ, ഇത്രയും പേരാണ് കേട്ടോ ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഒരുപാട് ചർച്ചകൾക്ക് ഉളവെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്തെന്ന് പറഞ്ഞു പറഞ്ഞാൽ മെയിൻ പ്ലെയേഴ്സിനെ എല്ലാം അല്ലെങ്കിൽ കളിച്ചുകൊണ്ട് സ്ഥിരതയിൽ വരാൻ ശ്രമിക്കുന്ന പല പ്ലെയേഴ്സിനും മാറ്റി നിർത്തുന്നതിലൂടെ തന്നെ ടീമിൽ സ്ഥിരം കളിക്കുന്ന പ്ലെയേഴ്സിന് വരെ അത് വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ള ചർച്ചകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വരാൻ പോകുന്ന സിംബാബ്വെ പരമ്പരയിൽ ഈ ഒരു ടീമിൻ്റെ പ്രകടനം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതെല്ലാം കണ്ടറിയാം.